നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വൃശ്ചികൻ രാശിയെ പറ്റിയാണ് സംസാരിക്കുന്നത്. വൃശ്ചികൻ രാശിയിൽ ജനിച്ചവരുടെ ജൂലൈ 16 മുതൽ ആഗസ്റ്റ് 16 വരെയുള്ള കാലഘട്ടം കർക്കിടക മാസം. ആ മാസം 32 ദിവസമുണ്ട്. ആ മാസത്തിലെ കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ വൃശ്ചികൻ രാശി ജനിച്ച നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ്? വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, ആനിഴം, തൃക്കേട്ട, ഇതാണ് 3 നക്ഷത്രങ്ങൾ. ഇതിലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ 4 കണ്ടകശനി സ്ട്രോങ് ആയി നിൽക്കുന്നുണ്ട്. 5 രാഹുവുണ്ട്. മനുഷ്യനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിപ്പിക്കും. 7 വ്യാഴമുണ്ട്, വളരെ ശ്രേഷ്ഠമാണ്. വ്യാഴത്തിനോട് ചൊവ്വയുണ്ട്, അത്ര ശ്രേഷ്ഠമല്ല. ഇതിലുള്ള 9ാം ഭാവത്തിൽ 8ൽ നിന്നും രവി 9ലേക്ക് വന്നിട്ടുണ്ട്. അവിടെ ശുക്രനും ബുധനുമുണ്ട്. അപ്പോൾ ശുക്രനും ബുധനും അനുകൂലമാണ്. എങ്കിലും വലിയ താമസമില്ല. അവർ രണ്ടുപേരും 10ാം രാശിയായ ചിങ്ങത്തിലേക്ക് ഉടനെ മാറുന്നുമുണ്ട്. 11ൽ കേതുവുണ്ട്. ഇതാണ് ഗ്രഹസ്ഥിതി. അപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് ഇതിനകത്ത് 3 ഗ്രഹങ്ങൾ, ശുഭഗ്രഹങ്ങളുണ്ട്. ഒന്ന് വ്യാഴമുണ്ട്, ശുക്രനും ഒരു പകുതി ഈ മാസം അവസാനം വരെ ശുക്രനുണ്ട്, പിന്നീട് ബുധനുമുണ്ട്. ഇതാണ് പൊസിഷൻ. അപ്പോൾ നമ്മൾ ജനറലായിട്ട് പറയാം ഒരു ഗുണദോഷ സമ്മിശ്രമായ ഒരു മാസമാണ് എന്നൊക്കെ നമുക്ക് പറയാം. പിന്നെ ഫൈനാൻഷ്യലായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകില്ല. ഫൈനാൻഷ്യൽ പൊസിഷൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടക്കും. പക്ഷേ സൂര്യൻ്റെ പൊസിഷൻ പ്രൊഫഷണൽ സൈഡ്സായിട്ട് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസം അങ്ങനെയായിരുന്നു, അത് തന്നെയാണ് ഈ മാസം. അല്ലാതെ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ കഴിഞ്ഞ മാസക്കാലം കുറച്ചുകൂടെ ഒരു 5% ആശ്വസിക്കാം. കാര്യം അഷ്ടമത്തിലാണ് പല നഷ്ടപ്പെടുമെന്നുള്ള ധാരണയും കാര്യമുണ്ടായിരുന്നു. ഇപ്പം ആ ധാരണ മാറി നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ള ധാരണ ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ദൂരദേശത്തു നിന്നൊക്കെ വരേണ്ട മെസ്സേജുകളൊക്കെ ആണെങ്കിലും വെയിറ്റ് ചെയ്യാമെന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. നടക്കില്ല എന്നുള്ളത് നഷ്ടബോധം മാറി ഇറ്റ് ക്യാൻ ഹാപ്പൺ എന്നുള്ള സംഭവം. തൊഴിൽ സംഭവം നമ്മൾ എല്ലാവർക്കും ഒഫീഷ്യൽ ഡ്യൂട്ടി ചെയ്യുന്നവർക്ക്, സെയിൽസ്മാൻമാർക്ക്, മാർക്കറ്റിംഗ് ആൾക്ക്, ബിസിനസ്സുകാർക്ക് എല്ലാവർക്കും ഈ മാസം കൊണ്ട് നമുക്ക് കടിച്ചു നിന്നാൽ അടുത്ത മാസം കാര്യങ്ങൾ ശരിയാകും എന്നൊരു തോന്നൽ, ഒരു ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ, ഒരു അനാലിസിസൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് വി ആർ റെഡി ടു വെയിറ്റ് എന്നുള്ള ഒരു പൊസിഷനാണ് ഇപ്പോൾ ഇതിനകത്ത് ഈ മാസം കാണിക്കുന്നത്. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുക. അടുത്ത മാസം സൂര്യൻ 10ലേക്ക് പോകും. വളരെ അനുകൂലമായ വൃശ്ചിക രാശിക്കാർക്ക് വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരുന്നത്. അപ്പോൾ ഒരു മാസം കൂടെയൊക്കെ നമ്മൾ തള്ളി നീക്കണം. പിന്നെ പഞ്ഞമാസം എന്നൊക്കെ പറയാറുണ്ട് കർക്കിടകം. നിങ്ങളുടെ സമയത്തെല്ലാം പഞ്ഞമാസമായിട്ട് അങ്ങ് ആഘോഷിച്ചാൽ മതി. റെസ്റ്റൊക്കെ എടുത്ത് വല്ല ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് വലിയ കുഴപ്പമില്ലാതെ വേണമെങ്കിൽ ഒരു ലീവൊക്കെ എടുത്ത് അങ്ങനെ നിന്നാലും നല്ലത് തന്നെയാണ്. അല്ല വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിലുള്ളവർക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ രാശിക്കാർ കുറച്ച് ആവേശം കാണിക്കുന്നവരാണ്. അപ്പോൾ ഈ ആവേശമൊക്കെ നമുക്ക് ഈ കർക്കിടക മാസത്തിലെ ആവേശം അങ്ങ് മാറ്റി വയ്ക്കുക. ഈ കാലയളവിൽ വലിയ ആവേശം കാണിക്കേണ്ട. നമുക്ക് തണുത്ത് പറഞ്ഞ ആവേശം അടുത്ത മാസത്തേക്ക് നമുക്ക് ആവശ്യമാണ്. ബിസിനസ് സംബന്ധമായും പ്രൊഫഷണൽ സംബന്ധമായും അടുത്ത മാസം നമുക്ക് കുറേ പവറും ശക്തിയൊക്കെ ആവശ്യമാണ്. അതിലേക്ക് അങ്ങ് മാറ്റി വയ്ക്കുക. ഇപ്പോൾ അതൊക്കെ റിസർവ് ചെയ്ത് വയ്ക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്, ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ. അതുതന്നെയാണ് ഫാമിലി ലൈഫിലും അങ്ങനെയാണ്. ഒരുപാട് ആവേശം കാണിച്ചു കഴിഞ്ഞാൽ ഇമോഷണലൊക്കെ ആകേണ്ടി വരും. ഇമോഷണൽ സെൻറ്റിമെൻറ്റ്സ് ഒന്നുള്ള ഒരു സംഭവമല്ല. ഈ മാസം നിങ്ങൾക്ക് ആട്ടോമാറ്റിക് അറിയാതെ ഇമോഷണലിലും സെൻറ്റിമെൻറ്റ്സൊക്കെ ആകുന്ന മാസമാണ്. ചെറിയ നിസ്സാര കാര്യങ്ങളിൽ വികാരാധീനനാകുക, ഇതൊക്കെ ഈ മാസം കർക്കിടകത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് നമ്മൾ ഷോയൊന്നും കാണിച്ച് മറ്റുള്ളവരെ നമ്മളെ മൈൻഡ് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം കൂടാണ്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നമ്മൾ നോക്കണം. ഞാനീ പറഞ്ഞ ദമ്പതികളെ പറ്റിയും സ്ത്രീകളെ പറ്റിയും പ്രണയിക്കുന്നതിനെ പറ്റിയും എല്ലാം ചേർത്താണ് ഇങ്ങനെ പറയുന്നത്. ഡോണ്ട് ബി മോർ ഇമോഷണൽ എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങളൊരു പൊസസീവ് മൈൻഡുള്ളവരാണ്. നിങ്ങൾക്കെല്ലാം മറ്റുള്ളവരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ കൈവിടാൻ ആഗ്രഹമില്ലാത്ത, അതിനെ കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. തെറ്റായിട്ടല്ല, പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിൽ കടുംപിടുത്തം പിടിക്കാതിരിക്കുക. കുട്ടികളും അതേപോലെ തന്നെ. സീനിയർ സിറ്റിസണിനൊക്കെ 4 ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ടും 7 ശനിയൊക്കെ ഉള്ളതുകൊണ്ടും വീഴാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സീനിയർ സിറ്റിസൺസ്, മുതിർന്നവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. കുളിമുറിയിലോ ഒരിടത്തും വീഴരുത്. കാര്യം കുളിമുറി മാത്രമല്ല, ഓടയിലൊക്കെ വീഴുമെന്നാണ് പറയുന്നത്. ഓടയിൽ ഡ്രെയിനേജ് കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. രാത്രി സ്വപ്നം കാണുന്നതൊക്കെ ഡ്രെയിനേജ് സംബന്ധമായ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് അത് കുഴപ്പമില്ല, ഇതിനെ വയ്ക്കുകയുള്ളൂ. എങ്കിലും നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ മാസം വളരെ ഈ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് സംഭവം വരുന്നുണ്ട്. അതാണ് വാവ്, കറുത്ത വാവ്. അടുത്ത മാസം 3ഉം 4ഉമായിട്ടാണ് കറുത്ത വാവ് നിൽക്കുന്നത്. 4ാം തീയതി രാത്രി 4ാം തീയതി വെളുപ്പിനൊക്കെയാണ് ബലിയിടുന്നത്. ഈ പ്രാവശ്യത്തെ കറുത്ത വാവ് കർക്കിടക വാവെന്ന് പറയും. പിതൃക്കളെ നമ്മൾ കൂടുതൽ
അവരെ നമ്മൾ എന്താണ് അവർക്ക് ബലി അർപ്പിച്ച് അവരുടെ അനുഗ്രഹം നേടുന്ന മാസമാണ്. എങ്ങനെയാണ് പറയുന്നത്? ബന്ധങ്ങൾ, മനസ്സ്, മാതാവ്, പാരമ്പര്യം തുടങ്ങിയവരുടെ രാശിയായ കർക്കിടകൻ രാശിയിലെ രവിയും ചന്ദ്രനും കൂടെ ഒരുമിച്ച് വരുന്ന ദിവസമാണ്. ആ മുഹൂർത്തമാണ്. ഒരുമിച്ച് ഒരേ ദിശയിൽ ഒരേ ഡിഗ്രിയിലൊക്കെ വരുന്ന സമയമാണ്. അതിനെയാണ് കർത്തവാവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അമാവാസി എന്ന് പറയുന്നത്. അപ്പോൾ കർക്കിടക മാസത്തിലെ അമാവാസി നമ്മൾ പിതൃക്കൾക്കായിട്ട് കൊടുത്തിരിക്കുക. എന്താണ് അന്നാണ് നമ്മൾ ബലിയിടുന്നത്. ബലിയിടുന്നതിന് മുമ്പ് എന്താണ് പറയേണ്ടത്? പിതൃക്കളോട് നമ്മൾ മാപ്പപേക്ഷിക്കണം. എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുകളോ കുറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാപ്പാക്കണം എന്ന് പിതൃക്കളോട് അപേക്ഷിച്ചിട്ടാണ് ബലിയിടുന്നത്. ബലി ഇട്ട് കഴിഞ്ഞാൽ എന്താ പറയണ്ടേ? ഞാനൊക്കെ ഇട്ട് കഴിഞ്ഞു, എന്നെ രക്ഷിക്കണം, എന്നെ എൻ്റെ കുടുംബത്തെയൊക്കെ ബ്ലസ് ചെയ്യണം, അനുഗ്രഹിക്കണം എന്നുള്ള പ്രാർത്ഥിക്കുന്ന ദിവസവും കൂടാണ് അമാവാസി ബലിയിട്ട് കഴിഞ്ഞിട്ട്. ആ ഒരു ഏറ്റവും കൂടുതൽ അനുഗ്രഹം ലഭിക്കുന്ന പിതൃക്കളുടെ അനുഗ്രഹങ്ങളാണ് ഏറ്റവും പറയപ്പെടുന്നത്, നമ്മുടെ ചരിത്രത്തിൽ പറയുന്നത്. അതുകൊണ്ട് പിതൃക്കളുടെ അനുഗ്രഹം ഈ വർഷം നേടുക, ഒരു വർഷം ആ എനർജി അവിടെ നിലനിർത്തുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ കാര്യങ്ങൾ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല കാര്യങ്ങൾ, നല്ല ഒരു മാസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.